നമ്മുടെ അക്കൗണ്ടിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ തുക വന്നാൽ എന്തു ചെയ്യും? മിക്കവാറും ആളുകൾ ആവേശഭരിതരാകുകയോ അല്ലെങ്കിൽ ആ പണം എങ്ങനെ സ്വന്തമാക്കാമെന്ന് ചിന്തിക്കുകയോ ചെയ്യാം. എന്നാൽ ഉത്തർപ്രദേശിലെ മെയിൻപൂരി ജില്ലയിൽ നിന്നുള്ള റീത്ത എന്ന വീട്ടമ്മ കാണിച്ച മാതൃക ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. തന്റെ ബാങ്ക് അക്കൗണ്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ ഏകദേശം 10 കോടി രൂപ കണ്ട് പകച്ചുപോകാതെ അത് തിരികെ നൽകാൻ അവർ കാണിച്ച ആർജവം ആധുനിക കാലത്തെ വലിയൊരു പാഠമാണ്. മെയിൻപൂരി ജില്ലയിലെ ബച്ചുവാൻ സ്വദേശിയായ റീത്ത ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാനായിട്ടാണ് അവർ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാദേശിക ശാഖയിൽ എത്തിയത്. എന്നാൽ അന്ന് ബാങ്ക് അവധിയായതിനാൽ പണം പിൻവലിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ബാലൻസ് പരിശോധിക്കാനായി അവർ അടുത്തുള്ള ATM കൗണ്ടറിൽ കയറി. സ്ക്രീനിൽ തെളിഞ്ഞ അക്കങ്ങൾ കണ്ട് റീത്ത ഞെട്ടിപ്പോയി. തന്റെ അക്കൗണ്ടിൽ 10 കോടിയോളം രൂപയുണ്ടെന്ന വസ്തുത അവർക്ക് വിശ്വസിക്കാനായില്ല. താൻ കണ്ടത് തെറ്റാണോ എന്ന് പരിശോധിക്കാൻ അവർ പലതവണ ബാലൻസ് ചെക്ക് ചെയ്തു. എന്നാൽ ഓരോ തവണയും സ്ക്രീനിൽ തെളിഞ്ഞത് ആ വലിയ സംഖ്യ തന്നെയായിരുന്നു. ഉടൻ തന്നെ അവർ മൊബൈൽ ഫോണിൽ ATM സ്ക്രീനിന്റെ വീഡിയോ പകർത്തി. ആ ദൃശ്യങ്ങളാണ് പിന്നീട് വൈറലായി മാറിയത്. പണം കണ്ട് മഞ്ഞളിച്ചു പോകുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ റീത്തയുടെ ചിന്ത മറ്റൊന്നായിരുന്നു. ഈ പണം താൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, അതിനാൽ തനിക്കിതിൽ ഒരു അവകാശവുമില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. വീട്ടിലെത്തി വിവരം പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളും അവരെ പിന്തുണച്ചു. ബാങ്ക് അധികൃതർ ഔദ്യോഗികമായി ഈ പണത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്നതുവരെ അതിൽ നിന്ന് 1 രൂപ പോലും തൊടില്ലെന്ന് അവർ തീരുമാനിച്ചു. ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാൾക്ക് 10 കോടി രൂപ എന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തുകയാണ്. എന്നിട്ടും തന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. സംഭവം വാർത്തയായതോടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കരിഞ്ചങ് ബ്രാഞ്ച് മാനേജർ ഋഷികാന്ത് പാണ്ഡെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. സാങ്കേതികമായ ചില തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രക്രിയയിലെ പിഴവുകൾ മൂലമോ ഇത്തരത്തിൽ അക്കൗണ്ടുകളിൽ വലിയ തുകകൾ കാണപ്പെട്ടേക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇത്തരം തുകകൾ പലപ്പോഴും ഹോൾഡ് ചെയ്യപ്പെടാറുണ്ടെന്നും ബാങ്ക് ഇത് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ബാങ്ക് വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഇതൊരു സോഫ്റ്റ്വെയർ പിശകാവാനോ ഇടപാടുകൾ നടക്കുമ്പോൾ എൻട്രിയിൽ വരുന്ന പിഴവുകൾ കാരണമോ ആകാം. റീത്തയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ആയിരക്കണക്കിന് ആളുകളാണ് അവരെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. ഇന്നത്തെ കാലത്ത് ഇത്രയും സത്യസന്ധതയുള്ളവർ ഉണ്ടോ എന്നാണ് പലരും അത്ഭുതപ്പെടുന്നത്. വെറുമൊരു വാർത്ത എന്നതിലുപരി പണത്തേക്കാൾ വലുതാണ് അന്തസ്സും സത്യസന്ധതയും എന്ന് റീത്ത ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. നാട്ടുകാർക്കിടയിലും റീത്ത ഇപ്പോൾ ഒരു ഹീറോയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പണം ഉപയോഗിക്കുന്നത് വലിയ കുറ്റകൃത്യമാണെന്ന് പലരും തിരിച്ചറിയാറില്ല. അബദ്ധത്തിൽ അക്കൗണ്ടിൽ വരുന്ന പണം ചിലവാക്കുന്നത് ശിക്ഷാർഹമായ നടപടിയാണ്. റീത്ത കാണിച്ച വിവേകം അവരെ നിയമക്കുരുക്കിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു. റീത്തയുടെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. നമ്മുടേതല്ലാത്ത ഒന്നും നാം ആഗ്രഹിക്കരുത്. ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കാം. എന്നാൽ ഒരു സാധാരണക്കാരന്റെ നിലപാട് എത്രത്തോളം ഉന്നതമാകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീട്ടമ്മ. 10 കോടി രൂപയേക്കാൾ തിളക്കമുള്ളതാണ് റീത്തയുടെ സത്യസന്ധത.